തോമസ് പതിക്കലച്ചന്റെ മൃതസംസ്കാരം വെള്ളിയാഴ്ച നടക്കും. വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയ സെമിത്തേരിയിൽ അച്ഛന്റെ ആഗ്രഹപ്രകാരം തന്നെയാണ് മൃതസംസ്കാരം നടത്തുക. തലശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ ദിവ്യബലിയർപ്പണത്തിനിടെ ഈശോയുടെ തിരുമുഖം ആദ്യമായി ദർശിക്കുകയും വത്തിക്കാൻ അംഗീകരിച്ച് ഇന്ത്യയിലെ ആദ്യ ദിവ്യകാരുണ്യ അത്ഭുതത്തിന് സാക്ഷിയാവുകയും ചെയ്ത തോമസ് പതിക്കലച്ചന്റെ അന്ത്യകർമ്മങ്ങൾ സംബന്ധിച്ച വിവരങ്ങൾ തലശ്ശേരി അതിരൂപത പുറത്തുവിട്ടു. കരുവഞ്ചാൽ സെന്റ് ജോസഫ് ഹോസ്പിറ്റലിൽ ചികിത്സയിൽ കഴിയവെയാണ് ഇന്നലെ അച്ഛന് വിയോഗമുണ്ടാവുന്നത്. വ്യാഴാഴ്ച ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ 6 മണി വരെ കിളിയന്തറയിലുള്ള സ്വഭവനത്തിൽ പൊതുദർശനത്തിന് സൗകര്യമുണ്ടായിരിക്കും. വൈകിട്ട് 7 മണി മുതൽ കരുവഞ്ചാൽ പ്രീസ്റ്റ് ഹോമിൽ പൊതുദർശനമുണ്ടാകും. ജൂലൈ 24 വെള്ളിയാഴ്ച രാവിലെ 6 മണിക്ക് മൃതസംസ്കാര ശുശ്രൂഷകളുടെ ആദ്യ ഭാഗവും വിശുദ്ധ കുർബാനയും കരുവഞ്ചാൽ പ്രീസ്റ്റ് ഹോമിൽ നടക്കും. വെള്ളിയാഴ്ച രാവിലെ 8 മണി മുതൽ വിളക്കന്നൂർ ക്രിസ്തുരാജ ദേവാലയത്തിൽ പൊതുദർശനവും 10 മണിക്ക് മൃതസംസ്കാര ശുശ്രൂഷയും ആരംഭിക്കും. 2011 നവംബർ 15 ക്രിസ്തുരാജ ദേവാലയം ദിവ്യകാരുണ്യ അത്ഭുതത്തിന് വേദിയായത്. അന്ന് വികാരിയായിരുന്ന തോമസ് അച്ഛൻ പ്രഭാതത്തിൽ അർപ്പിച്ച ദിവ്യബലിക്ക് മധ്യേ തിരുവോസ്തിയിൽ ഈശോയുടെ തിരുമുഖം തെളിഞ്ഞു വരികയായിരുന്നു. വിശുദ്ധ കുർബാനയിൽ റൂഹാക്ഷണ പ്രാർത്ഥനയുടെ സമയത്ത് തിരുവോസ്തിയുടെ നടുവിൽ ഒരടയാളം പ്രത്യക്ഷപ്പെടുകയും വളരെ പെട്ടെന്ന് തന്നെ അതിൽ ഈശോയുടെ തിരുമുഖത്തിന്റെ ഛായ തെളിഞ്ഞു വരികയുമായിരുന്നു. വിവരം പുറത്തു വന്നതിനെ തുടർന്ന് ആയിരക്കണക്കിന് ആളുകളാണ് ദിവസേന ദേവാലയത്തിലേക്ക് തിരുവോസ്തി ദർശിക്കാനായി എത്തിയിരുന്നത്. വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകാരം ലഭിച്ചതിനെ തുടർന്ന് തീർത്ഥാടന കേന്ദ്രമായി വിളക്കന്നൂർ ദിവ്യകാരുണ്യ അത്ഭുതത്തിന്റെ സാക്ഷിയായും അതിന്റെ വിശുദ്ധ പാരമ്പര്യം ലോകത്തിന് മുന്നിൽ വിനയത്തോടെ വഹിച്ച വൈദികനായും ഫാദർ തോമസ് പതിക്കലച്ചൻ ഇനി എന്നെന്നും ഓർമ്മിക്കപ്പെടും. നമ്മിൽ നിന്നും വേർപിരിഞ്ഞ പ്രിയ വൈദികന് അന്ത്യാഞ്ജലികൾ.